എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അതിമനോഹരമായ ഈ ഒരു സുപ്രഭാതം സമ്മാനിച്ച പ്രകൃതി ശക്തിക്ക് മുന്നിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ 6 AM ക്ലബ്ബ് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്ന് ഈ ഒരു KBCയുടെ അണ്ടറിൽ നടക്കുന്ന ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ശോഭ, പേരാമ്പ്രയാണ് വീട്. 3 വർഷത്തോളായി ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരു 2ാം ജന്മത്തിലൂടെ വളരെ സന്തോഷത്തോടെ ആരോഗ്യപരമായും സാമ്പത്തികപരമായും നല്ലൊരു സന്തോഷത്തോടെ നല്ലൊരു ടീമിനെ മുന്നോട്ട് നയിച്ചു പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒക്കെ ഒരു ഭാഗ്യമാണ് ഈ പ്രോഡക്റ്റും കമ്പനിയും. നമ്മൾ എല്ലാവരും തന്നെ ഇതിൽ അസോസിയേറ്റ് ചെയ്ത എല്ലാവരും തന്നെ ഭാഗ്യം ചെയ്തവരാണ്. ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പേരാമ്പ്ര സ്വദേശിയായ സജി സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗില് ഒരുപാട് കാലത്തെ പരിചയമുള്ള ഒരാളാണ്. കൂടാതെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയി യൂണിയനില് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തെ വളരെയധികം ആദരവോടെ ഈ ഒരു MLM ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ് എന്താണ്, എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് അദ്ദേഹം നമ്മളോട് ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. അത് വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നത്. കാരണം എന്താ വെച്ചാല് അദ്ദേഹം എൻ്റെ ഒരു ടീമിലാണ് വന്നിരിക്കുന്നത്. അപ്പോ അതിയായ സന്തോഷത്തോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സജി സാർ. ഓക്കെ സാർ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. താങ്ക് യു ശോഭ മാഡം. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഈ ബയോട്ടോറിയം കേരള ടീമിന്റെ KBC കമ്മ്യൂണിറ്റിയുടെ മോർണിംഗ് സെഷനിലേക്ക് ഇന്ന് എന്നെ ക്ഷണിച്ചതിന്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമായി നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, നമ്മുടെ ഒക്കെ എനർജറ്റിക് ലീഡറായ മനോജ് സാറിനോടും അതുപോലെയുള്ള നമ്മുടെ എൻ്റയർ ലീഡേഴ്സിനോടും ഈ ടീമിനോടും എൻ്റെ അഗൈതമായ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഈ സെഷനിൽ വളരെ സന്തോഷപൂർവ്വം പങ്കെടുക്കുകയാണ്. നമ്മൾ ഇതൊരു ഇന്ററാക്ടിങ് സെഷൻ പോലെ നമുക്ക് ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിപ്പം സംസാരിക്കാൻ നമുക്ക് ആഗ്രഹം. കാരണം ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ്, അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്യാപ്ഷൻ അല്ലെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, ഇപ്പോൾ ഈ സെഷനിൽ സംസാരിക്കുന്നത് ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഓരോ നിമിഷത്തെ ചിന്തയും നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം ഗുണകരമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയാം. അതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, അപ്പോ നല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗില് നല്ല എക്സ്പീരിയൻസ് ഉള്ള സജി സാറാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ മൈൻഡ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളെ ചിന്ത എന്താണോ അതാണ് നമ്മളെ ജീവിതം. രമേശ് മാഷൊക്കെ പറയും പോലെ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാല് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ്. നമ്മള് പറയാറില്ലേ, നമ്മളുടെ കൂട്ടിൽ 5 ആളാരാണോ അത് അവരിലെ ഉള്ള അതിന്റെ ഏവറേജ് ആയിരിക്കും നമ്മളോട് സ്വഭാവം എന്ന്. അതുപോലെയാണ്. അപ്പൊ നമ്മള് പോസിറ്റീവായിട്ട് ഒരു വർക്കിന് പോകുമ്പോഴും ഒക്കെ ഒരു പോസിറ്റീവായി ചിന്തിച്ചു. നമ്മളെ സംബന്ധിച്ച് ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ വളരുന്നതിനും ജീവിതത്തിൽ തന്നെ ഉയരുന്നതിനും നമ്മളുടെ മനോഭാവം എങ്ങനെ മാറ്റണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വ്യക്തമായി മനസ്സിലാവേണ്ടത്. അത് നമുക്കറിയാം, നമ്മൾ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ മുതൽ നമ്മളുടെ മാനസിക നിലവാരത്തെ മാറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ വിശ്വാസപരമായിട്ട് പറയുകയാണെങ്കിൽ മുജ്ജന്മത്തിന്റെ ഫലം പോലും നമ്മളെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ സയൻസ് അത്രമേൽ
ഇന്ന് ഓരോ മനുഷ്യന്റെയും അല്ലെങ്കിൽ മനുഷ്യരാശിയുടെയും വളർച്ചയ്ക്ക് ഈ ചിന്താഗതി എന്ന് പറയുന്നത് അല്ലെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. അല്ലെങ്കിൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. ആ മേഖലയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഇവിടെ വിജയിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പങ്കുവഹിക്കുന്ന ഈ 6 മണിയുടെ സെഷനിൽ നമ്മൾ വന്നിരുന്ന ഈ ആറ്റിറ്റ്യൂഡ്, ഈ എവരിതിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോവാം. ഇന്നിപ്പം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബിസിനസ്സിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ട് ഇന്ന് ഈ സെഷനിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവിടെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ശുഭകരമായ ഒരു മാനസികാവസ്ഥ, ഏറ്റവും പോസിറ്റീവ് ചിന്താഗതി, അത് പോസിറ്റീവ് മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ബിസിനസ്സിൽ വളരെയധികം വിജയിക്കാൻ സാധിക്കുക. ഈ പോസിറ്റീവ് മനോഭാവം എന്ന് പറയുന്നതിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ ബിസിനസ്സിൽ നിന്നല്ല, ജീവിതത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് എന്തെങ്കിലും അപാകത പറ്റുകയാണെങ്കിൽ അയാളെ പറ്റി ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവന് ജീവിതത്തെ കുറിച്ച് ഒരു ABCD അറിയാത്ത ആളാണ്, ഒരു ABCD അറിയാത്ത ആളാണ്. അപ്പൊ ആ ഒരു ABCD അറിയാന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളുടെ തുടക്കത്തിലുള്ള ആദ്യത്തെ 4 അക്ഷരത്തെ വെച്ചാണ് ഈ ABCD എന്ന് ആളുകൾ പറഞ്ഞ് അതൊരു ശൈലിയായി നമ്മളുടെ നാട്ടിലും ലോകത്തും പടരുന്നത്. നമുക്കറിയുന്ന ആളുകളൊക്കെ പറയും, അവന് ഇപ്പം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പ്രായം കുറഞ്ഞ ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വെറും എന്തെങ്കിലും ഗൗരവമല്ലാത്ത കളികൾ കളിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാളോട് പറയാ എന്താ വെച്ചാൽ അവന് ജീവിതത്തിൽ ABCD തിരിയാത്തവനാണ്, ഒന്ന് നോക്കിയേക്കണേ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പം ഈ ABCD എന്ന് പറയുന്നതിൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എത്തുന്ന സമയത്താണെങ്കിൽ, ഒരു പ്രൊഫഷണലായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ABCD എന്ന 4 അക്ഷരം നമ്മളുടെ എൻറ്റയർ ബിസിനസ് ലൈഫിന് സക്സസോ അല്ലെ ഫെയിലിയറോ കൊണ്ടുവരുന്നതിന് പ്രാധാന്യം അർഹിക്കുന്ന 4 വാക്കുകളാണ്. അതില് ഏറ്റവും ആദ്യത്തത് ആറ്റിറ്റ്യൂഡ് എന്നതാണ്. അത് മനോഭാവം എന്ന നമ്മുടെ അവസ്ഥയെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പിന്നീട് വരുന്നത് ബിലീഫാണ്. ഈ ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു മേഖലയിൽ സക്സസ് ആകാൻ പറ്റൂ. അപ്പം ഈ വിശ്വാസത്തിലേക്ക് ഒരാൾ ഉയരണമെങ്കിൽ ഈ മനോഭാവം എന്ന് പറയുന്ന വളരെ കറക്റ്റ് ആയിരിക്കണം. ഒരു പോസിറ്റീവ് മനോഭാവമുള്ള ഒരാൾക്ക് ഒരു പോസിറ്റീവ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കമ്പനിയെ കുറിച്ചായാലും, കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചായാലും, ബിസിനസ് പ്ലാനിനെ കുറിച്ചായാലും, ലീഡർമാരെ കുറിച്ചായാലും, ടീം വർക്കിനെ കുറിച്ചായാലും ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇനി C എന്ന് പറയുന്നത് നമുക്ക് കമ്മിറ്റ്മെന്റോട് കൂടി ഏറ്റെടുക്കുന്ന ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഏത് മേഖലയിലും മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതാണ് C എന്ന് പറയുന്നത്. ഇനി D എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ആ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നല്ല കറക്റ്റ് രീതിയിലാണെങ്കിൽ മാത്രമാണ് സക്സസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന A എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോഴും അല്ലെങ്കിൽ ആൽഫബറ്റ് പഠിപ്പിക്കുമ്പോൾ A ഫോർ ആപ്പിൾ എന്നാണ് പറയാ. ആപ്പിള് കഴിച്ചു കഴിഞ്ഞാല് ഒരു ഡോക്ടറുടെ ആവശ്യമില്ല എന്നാ പറയാ നമ്മള് മെഡിക്കൽ സയൻസ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ആപ്പിൾ അല്ല, ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒരു ആപ്പിൾ കഴിക്കുന്നതിനേക്കാൾ ഗുണം നമ്മുടെ ഈ ബിസിനസ്സിൽ തരും. അല്ലെങ്കിൽ ആരോഗ്യത്തെ നിലനിർത്തുന്നവരെ നമ്മുടെ ബിസിനസ്സിന് വലിയ ആരോഗ്യം തരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണെങ്കിൽ, കഥകൾ വളരെ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മൾ. കഥകളെക്കാൾ കൂടുതൽ സിനിമകളെ ഏറ്റവും പ്രണയിക്കുന്ന ആളുകളാണ് നമുക്ക് അറിയാം. അതിൽ നമ്മളെ ഏറ്റവും ആകർഷിച്ചിട്ട് ഉള്ള ഒരു മലയാളം സിനിമയാണ് കിലുക്കം സിനിമ. ഇന്നും എത്ര കണ്ടാലും മതി വരാത്ത കിലുക്കം സിനിമയില് നമ്മളുടെ മഹാനായ കൊമേഡിയനായിട്ടുള്ള ഇന്ദ്രൻ ചേട്ടനെ എന്ത് ചെയ്യുന്നുണ്ട്, നന്ദിനി എന്ന് പറയുന്ന നമ്മുടെ രേവതിയുടെ കഥാപാത്രം ഒരു ഘട്ടത്തില് അവരുടെ മുന്നിൽ നിന്നും അവരുടെ വഴിയിൽ നിന്നും ഒഴിവാക്കേണ്ടതിന് വേണ്ടി പരീക്ഷിക്കുന്ന ഒരു വിദ്യയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കെല്ലാം അറിയാം, കിട്ടുണ്ണേട്ടൻ കാമധേനുവിന്റെ ലോട്ടറി ഫലം നോക്കിയോന്ന് ചോദിക്കും. കാമധേനുവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് കാമധേനുവിന്റെ ഫലം വായിക്കും ലോട്ടറിയുടെ.
നമുക്കറിയുന്ന ആ കഥയില് ഒന്ന് മനസ്സ് ഓടിച്ചു പോകുന്നത്. കേൾക്കാവോ? എന്തോ ഇന്നസെന്റ് അല്ലേ? ഓക്കെ. ആ ഇന്നസെന്റ് ചേട്ടൻ എന്താണെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പം നമ്മുടെ ഇരിങ്ങാലക്കുട സ്ലാങ്ങിൽ തന്നെയാണ് അദ്ദേഹത്തിന് പോകുന്നത്. ഓക്കെ, ഈ ഇന്നസെന്റ് ചേട്ടനെ ഒഴിവാക്കുകയാണ് അവരുടെ ഉദ്ദേശം. കിട്ടുണ്ണിയേട്ടാ കാമധേനുവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് 2 കേട്ടണ്ട അതൊക്കെ ഇരിങ്ങാലക്കുട സ്റ്റൈലിൽ പറയും. അത് കഴിഞ്ഞ 4 എന്ന നമ്പർ പറയുമ്പോ കണ്ടിട്ടുണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓരോ നമ്പർ പറയുമ്പോ എന്താ ഏതാ ആക്ഷൻ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാല് അവസാനം ഈ ഫലം കംപ്ലീറ്റ് പറഞ്ഞു കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ നമ്പർ ആണെന്ന് മനസ്സിലായിട്ടും അദ്ദേഹം എന്താണ് ബോധം കെട്ട് മറിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കാണും. ഇതേ രീതിയിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഡിയർ ഫ്രണ്ട്സ്, ഡിയർ ലീഡേഴ്സ്, നമ്മളുടെ ഇബയോട്ടോറിയം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തേക്ക് കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അങ്ങനെ ഫലം കേട്ട് അവന്റെ സ്വന്തം ടിക്കറ്റിനാണ് ഫലം അടിച്ചതെന്ന് അറിയുമ്പോഴേക്ക് ബോധം പോയ കിട്ടുണ്ണിയേട്ടനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഇബയോട്ടോറിയം ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റിയുള്ള മനോജ് സാറ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞ അറിവില്, പിന്നെ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞ സാധ്യതയിലും അദ്ദേഹത്തിന്റെ ജീവിത അവസ്ഥകളെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ കേട്ടിട്ടുണ്ടാവും. മനസ്സ് നോവുന്ന അല്ലെങ്കിൽ മനസ്സിലെ വേദന അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനെയും ശരിക്ക് എന്താ പറയാ ഒരു മാറ്റിമറിക്കാൻ ആ അദ്ദേഹത്തിന്റെ സെഷനുകൾ തന്നെ ധാരാളമുണ്ട്. മനോജ് സാറിന്റെ അദ്ദേഹം അനുഭവിച്ച ജീവിത ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനോഭാവത്തെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കഥ. ആ തുടക്കത്തിൽ തന്നെ മനോജ് സാറ് അദ്ദേഹത്തിന്റെ ലീഡറോടൊപ്പം കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലെ പലതും വന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരുപാട് ആളുകള് നമുക്ക് അറിയാം. അങ്ങനെ ഏറ്റെടുത്തിട്ട് മാറ്റിവെച്ച അവസ്ഥ തുടക്കത്തിൽ തന്നെ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഞാൻ അത് ഈ കഥയെ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ നമ്പർ കഴിഞ്ഞപ്പോഴത്തേന് മനോജ് സാറ് ഇതിന് നല്ല പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഷുഗർ മാറി, എനിക്ക് പ്രഷർ മാറി, അല്ലെ എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട് എന്ന് പറയുമ്പോ ഇതൊക്കെ കുറെ കണ്ടതാന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആളുകള് കഥയില് അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടേയിരുന്നു. സീ മോർ പീപ്പിൾ, കൂടുതൽ ആളുകൾ കണ്ടു. സേ മോർ പീപ്പിൾ, കൂടുതൽ ആളുകളോട് പറഞ്ഞു. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, സൗത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ ബിസിനസിനെ കൊണ്ടു നടന്നു. ആ സമയത്തും ഇതൊക്കെ കുറെ കണ്ടതാണ് എന്ന് പറഞ്ഞ് നിന്ന ആളുകളൊക്കെ അവിടെ ചിത്രത്തില് അവിടെ നിന്നുപോയി. എന്നാൽ അദ്ദേഹത്തെ വിശ്വസിച്ച്, അദ്ദേഹത്തെ ബിലീഫ് എന്ന് പറയുന്നതില് അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച് കൂടെ പോയ ആളുകള്, ഡിയർ ലീഡേഴ്സ്, നമുക്കറിയാം 10-ലധികം ആളുകളെ ഈ സമയം കൊണ്ട് 1 കോടിയിലധികം വരുമാനം വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് മാറ്റി തീർക്കാൻ സാധിച്ചു. ഇന്ന് 1000 രൂപ മുതല് ലക്ഷങ്ങള്, ഇനി കോടികളിലേക്ക് എത്തുന്ന തുകകൾ വരെ വാങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ കേരളത്തിൽ മാത്രം സൃഷ്ടിക്കാൻ സാധിച്ചു. അവിടെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെ വന്ന ആളുകൾക്ക് ആ നേട്ടത്തിലേക്കൊക്കെ എത്താൻ സാധിച്ചു. അതേസമയം ഇതൊക്കെ കുറെ കണ്ടതെന്ന് പറഞ്ഞ ആളുകള് അവിടെ സൈഡായി. അവിടുത്തെ മനോഭാവം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മനോഭാവത്തെ ഏറ്റെടുത്ത ആളുകൾക്ക് ഈ ബിസിനസ്സിലേക്ക് ഉയർന്ന രീതിയിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചു. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, പിന്നെ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു ശുഭാപ്തി വിശ്വാസപരമായ ആറ്റിറ്റ്യൂഡ്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാല് നമുക്ക് വലിയ സക്സസ് ഈ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അതിലെ കഥയുടെ ഒരു സാരാംശമായി വേണേ പറയാം. ഈ കിട്ടുണ്ണിയേട്ടന്റെ കഥ പറയുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ചു വന്നവര് പോലും ഇടയ്ക്ക് വേറെ പലതും അക്കരെ പച്ചകൾ കണ്ട് അക്കരെ പച്ച തേടിപ്പോയ ആളുകള് അവിടെ വഴിയാധാരമായി നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും നമ്മളിപ്പം മുന്നിൽ കാണുന്നുണ്ട്. അതേസമയം മനോജ് സാറ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് നമ്മളുടെ ലോട്ടറിയാണ്,
നമ്മൾക്ക് അടിക്കുന്ന ലോട്ടറി ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ആളുകളിലേക്ക് ഈ ബിസിനസ്സിനെ കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ അതില് സക്സസ് നേടിയ ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇന്ന് ഈ കമ്പനിയുടെ നിലവാരം എന്ന് പറയുന്നത് വേറെ ലോക നിലവാരത്തിലേക്ക് ഉയരുന്ന കമ്പനിയുടെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് ഒട്ടനവധി ഉൽപ്പന്നങ്ങള് നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മൾക്ക് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റീപർച്ചേസില് വരുന്ന പുതിയ പ്ലാൻ ആയാലും അതുപോലെ ഇനി ഇ കൊമേഴ്സിലേക്ക് വരാൻ പോകുന്ന പ്ലാൻ ആയാലും ഒരു ശരിയായ മനോഭാവം വളർത്തുന്ന ഒരു വ്യക്തികൾക്ക് ഈ ബിസിനസ്സിലേക്ക് വിജയിക്കാൻ ഏറ്റവും സാധ്യമാകുന്ന രീതിയിലാണ് കമ്പനി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനോജ് സാറിന്റെ ഓരോ സെഷനിലും പങ്കെടുക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ആറ്റിറ്റ്യൂഡ്, അതായത് മനോഭാവം നല്ല പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടീമാണ്. ഈ ടീമിന്റെ വിജയമാണ് നമ്മളുടെ വിജയം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. നമ്മളുടെ കൂടെ വരുന്ന ആളുകൾക്ക് വരുമാനം നേടിക്കൊടുത്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുക എന്നുള്ള വിശ്വാസം വരുന്ന സമയത്ത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒരു വിൻ വിൻ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നമ്മളും വിജയിക്കുക, കൂടെയുള്ളവരും വിജയിക്കുക എന്നുള്ളതായിരിക്കണം. അതേസമയം നമുക്ക് ചുറ്റിലും ചിലപ്പോൾ കാണാൻ സാധിക്കും വിൻ ലോസ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. അതായത് ഞാൻ മാത്രം വിജയിച്ചാൽ മതി, മറ്റേ ആൾ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റേ ആളുടെ പോയാലും എനിക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്ന ആളുകള് നമുക്ക് ചുറ്റിനുമുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകള് നമ്മളിലേക്ക് ഈ ബിസിനസ്സിനെ പറയുന്ന അതേ സമയത്ത് തന്നെ ആ ലീഡർ നമ്മളോട് ഇത് സംസാരിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതില് വലിയ രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ ഇറങ്ങി സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ നിലവിലുള്ള സാഹചര്യം അനുവദിക്കുന്നുണ്ടാകില്ല. ചിലപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ നിലവിലുള്ള ഈ ഫുൾ ടൈമിലേക്ക് ഇറങ്ങുന്നതാണെങ്കിൽ പോലും മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബിസി ആയിരിക്കുന്നതായിരിക്കാം. ആ സമയത്ത് നമ്മളിലേക്ക് സമീപിക്കുന്ന ഒരു നല്ല ലീഡർ ആണെങ്കിൽ തീർച്ചയായും നമ്മളെ കൂടെ വന്ന് നമ്മളും വിജയിക്കണം, അദ്ദേഹവും വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേസമയം വിൻ ലോസ് കാറ്റഗറിയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഒരു ലീഡർ വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ബാഗിൽ ചിലപ്പം 1 2 അതിലധികമോ ബിസിനസ് പ്ലാനുകൾ ഉണ്ടാവാം. നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കമ്പനിയുടെ പോരായ്മയാണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് എന്നാ ക്രിപ്റ്റോ കറൻസിയിൽ ഇത്ര വെച്ചാൽ ഇത്ര കിട്ടുന്ന സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാൻ മടിയില്ലാത്ത ആളുകൾ നമ്മൾക്കൊപ്പം ഉണ്ടോ എന്നുള്ളത് ഡിയർ ഫ്രണ്ട്സ്, ഡിയർ ലീഡേഴ്സ്, നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയണം നമ്മളോടൊപ്പം വരുന്ന ആളുകളെ. കാരണം ഇപ്പം ചില ആളുകളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ വിജയിക്കുക, അല്ലെങ്കിൽ ഞാൻ വിജയിച്ചാൽ എനിക്ക് നല്ലത്, എന്റെ കുടുംബത്തിന് നല്ലത്, എന്റെ കൂടെ വരുന്നവർ എന്തായാലും എനിക്ക് വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് അങ്ങനെ ഒരു വിൻ ലോസ് കാറ്റഗറി ഉള്ളത്. അവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു വിൻ വിൻ മൈൻഡ് സെറ്റ്, നമുക്കും എല്ലാവർക്കും വിജയിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാൻ പറ്റും. ചില ആളുകള് ഇപ്പം അദ്ദേഹം ചിലപ്പം ഈ ബിസിനസ്സിലേക്ക് വന്നു, ഏതെങ്കിലും കാരണവശാൽ ആദ്യമൊക്കെ നല്ല വരുമാനമായിട്ടുണ്ടാവും, പിന്നീട് ടീം തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അദ്ദേഹം ക്രിപ്റ്റോ കറൻസി വേറെ അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ള മേഖലയിലേക്ക് പോകുന്ന ലീഡർ. അതുപോലുള്ള ലീഡറുടെ കൂടെയാണ് നമ്മൾ പോയി പെട്ടതെങ്കിൽ അവിടെ ലൂസ് കാറ്റഗറി ആയിരിക്കും. അയാൾ ഏതായാലും നശിക്കാൻ പോകുക, എന്നാ പിന്നെ കൂടെ വരുന്നവനെ എന്ത് ചെയ്യാ നെഗറ്റീവ് അടിപ്പിച്ച് കളയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ് മനോജ് സാറിന്റെ കുറ്റം, കമ്പനിയുടെ കുറ്റം, അല്ലെങ്കിൽ സാഗർ ജോഷി സാർ വീഡിയോയിൽ പറയുന്ന ശബ്ദം ശരിയല്ല തുടങ്ങിയ കുറ്റങ്ങളായിരിക്കും അവര് എടുത്ത് സംസാരിക്കുന്നുണ്ടാകുക. അങ്ങനെ പറയുന്ന ആളുകള് നിന്നെ കൊല്ലും ഞാനും ചാകും എന്ന് പറയുന്ന ഒരു മനോഭാവത്തിന്റെ ഉടമകളാണ്. അങ്ങനെയുള്ളവരെയും കരുതിയിരുന്നാല് തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഷാജി റസാഖ് സാറിനെ പോലെ, വിനയ് സാറിനെ പോലെ, അഭിലാഷ് സാറിനെ പോലെ, മിനീഷ് സാറിനെ പോലെ, ചന്ദ്ര സാറിനെ പോലെ, നമ്മൾ ഇന്നിപ്പോ MC ശോഭ മാഡത്തെ പോലെയൊക്കെ നല്ല നല്ല രീതിയിൽ ടീമിനെ ചേർത്ത് പിടിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. അവരെ നമുക്ക് മനസ്സിലാക്കാനും അവരോടൊപ്പം നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് ഇതുപോലുള്ള
ലൂസ് കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മളോട് ഈ ഒരു തരത്തിലുള്ള ഐഡിയ, ഒരു നെഗറ്റീവ് ഐഡിയ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഞാൻ പറയും നമ്മൾ വിൻ വിൻ കാറ്റഗറി എന്ന് പറയുന്ന ആ തന്ത്രത്തിനേക്കാൾ ഉപരിയായിട്ട് വിൻ 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 കാറ്റഗറിയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ വിജയിച്ചാൽ മാത്രമേ നമ്മളും നമ്മുടെ കുടുംബം ഉണ്ടാവൂന്ന് നമുക്കറിയാവുന്നുണ്ട്. നമ്മളുടെ വിജയത്തെ കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്താഗതി ഉണ്ടാവും. അപ്പം നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ, പ്രത്യേകിച്ച് ബയോട്ടോറിയത്തില് നമ്മളുടെ ബിസിനസ് പ്ലാൻ പ്രകാരമാണെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് ഒരു എൻട്രി എടുത്ത് 13 BV-യിലോ 25 BV-യിലോ അല്ലെങ്കിൽ 50-100 BV-യിലോ വരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് കൊടുക്കും എന്നുള്ളത് കമ്പനിയുടെ നിയമവും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ നിയമം പാലിക്കുന്ന പ്രക്രിയ നടത്തി കഴിയും. അദ്ദേഹം മുടക്കിയ തുകയ്ക്കുള്ള പ്രൊഡക്റ്റ് കൊടുക്കും. അവിടെ രണ്ടാമത് അദ്ദേഹത്തെ ഉയർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾക്കിപ്പോൾ ഈ കമ്പനിയിൽ ഏറ്റവും പുതിയ ബിസിനസ് പ്ലാനില് ബൂസ്റ്റർ ബോണസ് പ്ലാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല സൂപ്പർ ആയിട്ടുള്ള ബിസിനസ് പ്ലാനില് 13 BV-യുടെ ഒരു പ്രൊഡക്റ്റ് ആ നമ്മളെ വിശ്വസിച്ചു വന്ന ഒരു സുഹൃത്തിന്റെ കൂടെ പോയി അദ്ദേഹത്തിന്റെ ഒരു ടീമിനെ കണ്ട് ബിസിനസ്സിലേക്ക് ക്ഷണിച്ച് ഒരു 13 BV-യുടെ ഒരു ബിസിനസ് അദ്ദേഹത്തിന്റെ താഴെ നമുക്കൊരു എൻട്രി ചെയ്യാൻ സാധിച്ചാൽ അദ്ദേഹത്തിന് അവിടെ ഒരു ബൂസ്റ്റർ ബോണസ് കിട്ടും. 525 രൂപയുടെ ബൂസ്റ്റർ ബോണസ് കിട്ടുമ്പോൾ ആദ്യത്തെ ഒരു ബിസിനസ്സിലെ ലൈൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 ദിവസത്തിനുള്ളിൽ ഒരു 100 രൂപയെങ്കിലും വരുമാനം വാങ്ങുന്ന 90% ആളുകളും എന്ത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 73% ആളുകളും കണക്ക് പ്രകാരം പറയുന്നത് ആ ബിസിനസ്സിന്, ഏത് ബിസിനസ് ആവട്ടെ, സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 ദിവസത്തിനുള്ളിൽ ഒരു 100 രൂപയെങ്കിലും വരുമാനം നമ്മളുടെ ബിസിനസ്സിലൂടെ വാങ്ങാൻ സാധിച്ചാൽ 73% ആളുകളും ആ ബിസിനസ്സിൽ പിന്നീട് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം ആ സമയത്തിനുള്ളിൽ ഒരു 100 ദിവസത്തിനും 150 ദിവസത്തിനുള്ളിലും ഒരു വരുമാനവും വാങ്ങാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ 90% ആളുകളും അത്തരം ബിസിനസ്സിൽ നിന്ന് വിട്ടുപോകുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഈ മനോഭാവത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളുടെ കൂടെ വരുന്ന ഒരാൾക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മൾക്ക് വേണ്ടത് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ 150 BV-യുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് നമ്മൾക്ക് ഈ ബിസിനസ്സിലെ പ്ലാൻ അനുസരിച്ച് ബൈനറി രീതിയിൽ നമ്മളുടെ A ടീം B ടീം അല്ലെങ്കിൽ ജീനിയസ് ടീമും വിന്നേഴ്സ് ടീമും ആയിട്ടുള്ള 2 ടീമിനെ ക്രിയേറ്റ് ചെയ്യണം ആദ്യം വേണം. അതിന് അദ്ദേഹത്തിനൊപ്പം തന്നെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ തയ്യാറാകുക. ഒരു ലിസ്റ്റ് മസ്റ്റ് ഫസ്റ്റ് എന്നാണ് നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും ആദ്യത്തെ ആപ്തവാക്യം. അദ്ദേഹത്തിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ സഹായിക്കുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം വ്യക്തിബന്ധങ്ങൾ കുറവുള്ള ആളാണെന്ന് നമ്മളോട് പറഞ്ഞാലും നമ്മളെ വിശ്വസിച്ചു അവര് വന്നല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ അനവധി ഉണ്ടെന്നും, നമ്മൾക്ക് ചുറ്റും രോഗാവസ്ഥയെ കുറിച്ച് മാത്രം ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് കേരളം നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റവും വേണ്ട എല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണായിട്ടാണ് നമ്മൾ പറയുന്നത്. വിദ്യാഭ്യാസത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്, ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്താണ്, നമ്മൾ ആളുകളോട് പെരുമാറുന്ന കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്, പിന്നെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണെന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകളാണ്. എന്നാൽ അതേ രീതിയിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള സംസ്ഥാനം നമ്മളുടെ കേരളമാണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന്റെ ഹബ്ബായിട്ട് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന്റെ സ്ഥലങ്ങളുടെ തലസ്ഥാനമായി നമ്മളുടെ നാടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിന്റെ കാര്യത്തിലും നമ്മൾ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ. അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ടീമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മനോഭാവത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് അവർക്കൊരു ടീം ബിൽഡ് ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് എടുക്കൂ, എന്നിട്ട് അതിലുള്ള കോണ്ടാക്ട് ലിസ്റ്റില് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റിലുള്ള ആളുകള് അവരുടെ ലിസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാല് 100 കണക്കിന് ആളുകളെ അവർക്ക് മുന്നിലേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു നല്ല ഒരു ലീഡറുടെ ക്വാളിറ്റിയോട് കൂടി നമ്മളൊരു ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി
ടീമിനോടൊപ്പം ഇരുന്ന് അങ്ങനെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ആദ്യം ചെയ്താല് ആ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താല് നമ്മൾക്ക് വേണ്ട ടീം തന്നെയാണ് അവിടെ സെറ്റ് ആകുന്നത്. ആദ്യത്തെ ഒരു ബൂസ്റ്റർ ബോണസ് വരുമാനം വാങ്ങിക്കൊടുക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കഴിഞ്ഞാല് ആ ബിസിനസ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീനിയസ് ടീമിലും വിന്നേഴ്സ് ടീമിലും അദ്ദേഹത്തിന് ഇതുപോലെ ബിസിനസിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ രീതിയിൽ ആളുകളെ കാണാൻ മാക്സിമം ആളുകളെ നമ്മൾ ഫോളോ അപ്പും ബാക്കപ്പും ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സപ്പോർട്ട് ഒരു വിൻ 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 കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു ലീഡർ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ഞാൻ ഇതിൽ കൂട്ടിവെച്ച വിൻ വിൻ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ എന്ന ലീഡർ വിജയിക്കുകയാണെങ്കിൽ രണ്ടാമത്തത് എന്റെ കൂടെ എന്നെ വിശ്വസിച്ചു വന്ന എന്റെ ടീമായി വന്ന ആദ്യത്തെ ആളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം വിജയിക്കുമ്പോൾ രണ്ടാമത്തെ വിൻ ആകും നമ്മളെ മുന്നിൽ വിജയം നേടുന്ന വിൻ വിൻ കാറ്റഗറിയിൽ. എന്നാൽ മൂന്നാമത് ഞാൻ പറഞ്ഞ ഒരു വിൻ 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 കാറ്റഗറിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളെ വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു അപ്ലൈൻ നമുക്കുണ്ടാവും. അത് നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി മനോജ് സാർ ആയിരിക്കാം, അല്ലെങ്കിൽ ഷാജി റസാഖ് സാർ ആയിരിക്കാം, അല്ലെ അഭിലാഷ് സാർ ആയിരിക്കാം, മിനീഷ് സാർ ആയിരിക്കാം, ശോഭ മാഡം ആയിരിക്കാം, അല്ലെങ്കിൽ ചന്ദ്ര സാർ ആയിരിക്കാം. ഇവരൊക്കെ വിജയിച്ച് കാണുമ്പോൾ നമ്മളുടെ വിജയം അതിനേക്കാൾ വേഗത്തിലായിരിക്കും. കാരണം അങ്ങനെ വിജയിച്ചു വരുന്ന ലീഡേഴ്സ് എപ്പോഴും നമ്മുടെ ടീമിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് സത്യമായി നമുക്ക് മുന്നിൽ കാണാവുന്ന ഒരു വസ്തുതയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വടകരയിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു, നമ്മുടെ ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം. ആ ട്രെയിനിങ് പ്രോഗ്രാമില് ഏതാണ്ട് അവസാന സെഷനിൽ, വൈൻഡപ്പ് സെഷനിൽ ഒരു അരമണിക്കൂർ മാത്രമാണ് നമ്മുടെ മനോജ് സാറ് സംസാരിച്ചത്. മനോജ് കുമാർ സാറ് വളരെ എനർജറ്റിക് ആയിട്ട് അദ്ദേഹം ആളുകളെ ഇന്തൂസിയാസ്റ്റിക് ആയിട്ട് ഈ ബിസിനസ്സിൽ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്, ഞങ്ങൾക്കെല്ലാം അഭിമാനകരമായിട്ട് തോന്നി. എന്നാൽ അവിടെ ഒരു മനോഭാവത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു അരമണിക്കൂർ സെഷൻ ചെയ്യുന്നതിന് വേണ്ടി മനോജ് സാറിന് അവിടെ വരേണ്ട ഒരാവശ്യമില്ല. അവിടെ മിനീഷ് സാറ്, ചന്ദ്ര സാറ്, ശോഭ മാഡം ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട്, അതുപോലെ തന്നെ ഇടയ്ക്ക് ഡോക്ടർ സുമേഷ് സാറും ഒക്കെ വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ആ സെഷൻ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് എന്റെ ടീമാണ്, എന്റെ ബിസിനസ് ആണ്, എന്റെ ലൈഫ് സക്സസിൽ വരുന്ന, ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ഭാഗത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇന്ന് ആ സെഷനിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമുള്ള നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള മനോജ് സാറ് നേരത്തെ കാമധേനുവിന്റെ ലോട്ടറി അടിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ടേ പോയ ആള് അദ്ദേഹം അന്ന് എന്ത് ചെയ്തു, കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ സെഷൻ 4 മണിക്ക് ശേഷമാണെങ്കിൽ അദ്ദേഹം 1 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തി. ബാക്കി ആ ടീമിനോടൊപ്പം, എൻ്റെ ടീമിനോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സെഷന് വരാതെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും വർക്ക് പ്ലാൻ ചെയ്താന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാറി നിൽക്കാം. പക്ഷെ അവിടെയാണ് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെയും ഹൈ തിങ്ക് ആറ്റിറ്റ്യൂഡിനെയും വിൻ 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 ആറ്റിറ്റ്യൂഡിനെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ലീഡർഷിപ്പിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഒരു ലെവലില് അവിടെ വരുന്ന എത്ര സെയിൽ വന്നാലും അദ്ദേഹത്തിനും വരുമാനം ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാ ആളുകളും, ഒരു ബിസിനസ് കൊണ്ടിരുന്ന ഒരു വ്യക്തിയാവട്ടെ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ലീഡേഴ്സ് ആവട്ടെ, അതിന് ഏറ്റവും മുകളിലുള്ള മനോജ് സാർ ആവട്ടെ, എൻ്റെ കമ്പനി ആവട്ടെ, ഇവിടെ എന്താണ് വിൻ 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 കാറ്റഗറിയിലുള്ള ചിന്താഗതി കൊണ്ടുവരുന്ന ആളുകളായി നമുക്ക് മാറുമ്പോൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ അതൊരു നല്ല ഊർജമായി മാറും. അതിനാണ് മനോജ് സാറിനെ പോലുള്ള ആളുകള് നമുക്ക് ഇവിടെ ഇത്തരം സെഷനുകൾ ചെയ്യ്, അല്ലെങ്കിൽ ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യ്, എവിടെ വേണേലും ഹോം മീറ്റിംഗ് ചെയ്യും എന്ന് പറഞ്ഞ് നമുക്ക് നിരന്തര സപ്പോർട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇതുപോലെ ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡുള്ള, ഇതുപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള, ഇതുപോലെ വിൻ 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 ആറ്റിറ്റ്യൂഡുള്ള ലീഡേഴ്സിനോടൊപ്പം ഈ ബിസിനസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ബിസിനസ്സിൽ ബൂസ്റ്റർ ബോണസ് ഉൾപ്പെടെയുള്ള എല്ലാ വരുമാനവും നേടിക്കൊണ്ട് വലിയ വിജയങ്ങൾ നേടാൻ ഈ ടീമിനെ നമുക്ക്
അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകളെ നമുക്ക് പൂർണ്ണമായിട്ടും സജ്ജരാക്കാൻ സാധിക്കുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ഗ്രേറ്റ് ലീഡേഴ്സ്, നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളായി മാറാൻ നമുക്ക് കഴിയണം. വിൻ 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 കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് മാറാൻ നമുക്ക് കഴിയണം. പിന്നെ നമ്മൾ ഏത് കാര്യങ്ങളെയും മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഗ്രാൻഡ് സക്സസിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, സക്സസിന് നിർബന്ധമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ എഡ്യൂക്കേഷൻ ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ്, നമ്മളുടെ കമ്പനിയുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ്, നമ്മുടെ കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ നമ്മളെ കുറിച്ചും നമ്മളുടെ കൂടെ വരുന്ന ആളുകളെ കുറിച്ചും നമ്മൾക്ക് എന്ത് വേണം, ഒരു ബോധം വേണം, അല്ലെങ്കിൽ ഒരു ബോധ്യം വേണം. അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ നമ്മുടെ ഈ ബിസിനസ്സിനെ നമുക്ക് വളരെ വേഗത്തിൽ ഉയർത്താനും അതിലൂടെ മികച്ച വരുമാനം നേടാനും നമ്മളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാനും സാധിക്കും. അപ്പൊ നമ്മളുടെ മനോഭാവത്തെ ക്രമീകരിക്കുമ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന അതേ സമയം തന്നെ നമ്മൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധവും ഉണ്ടായിരിക്കണം. കാരണം നമ്മൾക്ക് നമ്മൾക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മനോജ് സാറ്. നമ്മുടെ ഈ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഓരോരുത്തരോട് പറഞ്ഞു പോകുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത 1 വർഷത്തിനുള്ളിൽ ഞാൻ 1 കോടി രൂപ ഈ കമ്പനിയുടെ വരുമാനം വാങ്ങുമെന്ന് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ 1 കോടി രൂപ ഞാൻ 1 വർഷത്തിനുള്ളിൽ വാങ്ങുമെന്ന് പറഞ്ഞ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറ് വെറും 10 മാസങ്ങൾ കൊണ്ട് 1 കോടി രൂപ വരുമാനം വാങ്ങി. ഏതൊരു വ്യക്തികൾക്കും ഈ ബിസിനസ്സിൽ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അതും ഇത്രയും സമയങ്ങൾ മതി എന്നുള്ള തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റി ഈ ബിസിനസ്സിന് ഒരു ഐഡന്റിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾക്ക് അതിലും വേഗത്തിൽ ആഗ്രഹമുള്ള ആളുകൾക്ക് വരുമാനം നേടാൻ സാധിക്കുമെന്ന് ഇന്ത്യയിൽ പല മേഖലയിലുള്ള ആളുകൾ തെളിയിച്ചിട്ടുണ്ടെന്നുള്ളതും ഈ കമ്പനിയെ സംബന്ധിച്ചൊരു ചരിത്രമാണ്. നമ്മൾക്ക് മുന്നിൽ ഉള്ള ഒരേ ഒരു പ്രതിസന്ധി നമ്മളുടെ മനോഭാവമാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം നമ്മൾ ഇന്ന് ഒരു ബിസിനസ്സിന് വേണ്ടി ആദ്യം പ്ലാൻ ചെയ്തു. ആദ്യത്തെ കോൾ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പെട്ടെന്ന് വന്ന ഒരു പേഴ്സണൽ കാര്യം കൊണ്ട് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും മരണപ്പെട്ടതാവാം. ആ സമയത്ത് ചിലപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവും, ഇന്ന് ഞാനില്ല, നമുക്ക് അടുത്തൊരു ദിവസം കാണാമെന്ന് പറയുന്നുണ്ടാവും. അപ്പൊ ആദ്യത്തെ ആളെ വിളിച്ച് അതോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ആള് നമ്മൾ കാണാൻ പോകുന്ന ആള് ഇന്നില്ല, എന്നാ പിന്നെ നമുക്ക് നാളെ നോക്കാന്ന് പറയും. അപ്പം നാളെ എന്ന് പറയുന്ന ലോട്ടറിയുടെ കഥയാണെങ്കിൽ നാളെ നീളെ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട ആളുകൾക്ക് മുന്നിലുള്ള ഒരു അവസ്ഥ. ഇവിടെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റി, ഒരു ഹൈ തിങ്ക് ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റി നമ്മൾ ഈ ബിസിനസ്സിനെ സമീപിച്ചാൽ നമ്മളുടെ ടൈമിനെ ഫിക്സ് ചെയ്തുകൊണ്ട്, ഇന്ന് നമ്മുടെ ഈ മോർണിംഗ് സെഷനിൽ കൃത്യം പങ്കെടുത്ത 150 ആളുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും വിജയിക്കാൻ 100% അർഹതയുള്ള ആളുകളാണെന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത സംഭവമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് തൊട്ടടുത്ത ആളെ എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതിൽ, മനോഭാവം മാറുന്നതിലാണ് നമ്മളുടെ വിജയം കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ ബിസിനസ്സിൽ മുൻപ് ഒരു ലീഡർ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും 2 ആളെ കണ്ടെത്തി, പിന്നെ ആ 2 ആളിലൂടെയാണ് ടീം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ഡിയർ ലീഡേഴ്സ്, നമ്മളെ സംബന്ധിച്ച് ബൂസ്റ്റർ ബോണസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടം സ്വന്തം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എന്ന് നമുക്കറിയാം. കാരണം നമ്മളുടെ ഒരു സ്വന്തം ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പേഴ്സണലി പോയി കാണാൻ സാധിച്ചാല് ഓരോ എൻട്രിക്കും നമ്മൾക്ക് ബൂസ്റ്റർ ബോണസ് നേടിക്കൊണ്ടേ പോകാനും അതുവഴി ഫാമിലി ബോണസ് ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ നേടാൻ നമുക്ക് സാധിക്കും. അപ്പം ഒരു ടീമിന് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതേപോലെ തന്നെ
നമ്മൾക്കും ഒരു ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ദിവസവും ബിസിനസ് ചെയ്യുന്നതിന് ഒരു ഫുൾ ടൈമറെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിൽ നമുക്ക് ശരിക്കും ഞാൻ ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് ഒരു പ്രോസ്പെക്റ്റിനെ കാണാൻ പോയി. അവർ പ്രൊഡക്റ്റ് എടുക്കാൻ സന്നദ്ധരായി നിൽക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട് നമ്മുടെ സെന്ററിൽ പ്രൊഡക്റ്റ് ആ സമയത്ത് ലഭ്യമായില്ല. അപ്പോൾ മലപ്പുറത്തെ മിനീഷ് സാറിന്റെ ടീമിനെ അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത ആളുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല എന്ന് പറയും. അത് കഴിഞ്ഞ് വേറൊരു ലീഡറെ അദ്ദേഹം വിളിക്കുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ രാമനാട്ടുകരയിലുള്ള ഷാജി സാറ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ടീമിനെയാണ് മിനീഷ് സാർ വിളിച്ചതെന്ന് മനസ്സിലായി. അപ്പോ അവര് പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ ഒരു ഹോം മീറ്റിംഗിലാണുള്ളത്, ആ ഹോം മീറ്റിംഗിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ശരിക്ക് മിനീഷ് സാറും ശോഭാമാടും ഒപ്പം ഉണ്ട്. അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം, അവര് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ദിവസത്തെ ഒരു ഹോം മീറ്റിംഗ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അവിടെ ഡെഡിക്കേഷനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഷാജി സാറിനെ പോലുള്ള ലീഡേഴ്സ് കാണിച്ചു തരുന്ന ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവനവന്റെ ബിസിനസ്സിന് വിജയിക്കുന്നതിന് വേണ്ടി ഒരു അപ്ലൈൻ ലീഡർ വരട്ടെ എന്ന് വിചാരിച്ച് അവിടെ നോക്കി നിൽക്കുന്നതിന് പകരം ഇത് എന്റെ ബിസിനസ്സാണ്, എന്റെ ടീമിന്റെ ബിസിനസ്സിലൂടെയാണ് എന്റെ ബിസിനസ്സും എന്റെ ബിസിനസ്സും വരുന്നത് എന്നുള്ള ആ ബോധത്തോടു കൂടി അവര് ആ ഹോം മീറ്റിങ്ങുകൾ, ടീം മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്ന ഒരു ബിസിനസ് ടീമാണ് നമ്മളുടെ ടീം. അത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അങ്ങനെ ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡുള്ള ആ ലീഡേഴ്സ് ഇപ്പം അങ്ങനെ ഞങ്ങൾ മിനി സാർ ഒന്നിച്ചു പോയി ഞങ്ങൾ ആ പ്രൊഡക്റ്റ് എടുക്കുകയും ഞങ്ങൾ അവിടുന്ന് വളരെ സന്തോഷപൂർവ്വം പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ മിനി സാറും ശോഭ മാഡവും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ നമ്മുടെ ആ ടീം അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് വേറൊരു സ്ഥലത്താണ് പ്രൊഡക്റ്റ് എങ്കിൽ അവിടെ പോയി എടുക്കാവുന്നതിന് പകരം കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് അവിടേക്ക് വന്നത്. അങ്ങനെ നമ്മളുടെ അവിടെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്ന ടീമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ കണ്ട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് പോവുകയും ആ 10 മിനിറ്റ് അവിടെ ഇരിക്കുന്ന സമയത്ത് ആ എൻ്റയർ ടീമിന് ഉണ്ടാകുന്ന സന്തോഷം എനിക്ക് നേരിൽ കാണാൻ സാധിച്ചു. അപ്പം കുറെ നാൾ മുൻപേ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ ഒന്ന് വഴിതെറ്റി എനിക്ക് വേറെ പേഴ്സണലി കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് മനോജ് സാർ എന്ന ഗ്രേറ്റ് പേഴ്സണാലിറ്റി അദ്ദേഹത്തിന്റെ ലൈഫ് ആയി ഈ ഇബയോട്ടോറിയം ബിസിനസ്സിനെ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അതില് യാത്ര ചെയ്ത ഓരോ ഘട്ടങ്ങളും ഞാനിങ്ങനെ പല ആളുകളിലൂടെ മനസ്സിലാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. 2 ലക്ഷത്തിനടുത്ത് മാത്രം വരുമാനം വാങ്ങി അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടതെങ്കിൽ ആ യാത്ര അദ്ദേഹം 1 കോടിയും 2 കോടിയും ഒക്കെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ 2 കോടിയിലധികം വരുമാനം വാങ്ങിയ ആളുകളെ അദ്ദേഹത്തിന്റെ കൂടെ ക്രിയേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ച കഥയും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ലക്ഷങ്ങളും അത് തന്നെ 10,000ങ്ങളും ഒക്കെ വാങ്ങി വരുമാനം ചെയ്യുന്ന ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മനോജ് സാറിന്റെ ആ ഹൈ തിങ്കിങ്, പോസിറ്റീവ്, ആ ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചാല് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ശോഭ മാഡം MC ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുത്തി. പേരാമ്പ്ര സ്വദേശിയാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയന്റെ കോഴിക്കോട് ജില്ലാ ഭാരവാഹിയാണെന്നുള്ളത്. അത് തന്നെയാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് വീണ്ടും അടുപ്പിച്ച ഒരു ഘടകം. ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CIT കോഴിക്കോട് ജില്ലാ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഈ വർഷത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇബയോട്ടോറിയം ടീമിന്റെ ലീഡറായിട്ടുള്ള മനോജ് സാറിനെ ആ സമയത്ത് വിളിക്കുന്നത്. അപ്പൊ മനോജ് സാറിനെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം മെമ്പർഷിപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ ടീമിൽ നടത്തുമെന്നും പരമാവധി മെമ്പർഷിപ്പ് തരാമെന്നും പറയുന്നതിന്റെ കൂടെ തന്നെ എന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് സാർ അന്നേരം പറയാണ്, കമ്പനി വേറെ ലെവലിലേക്ക് പോവുകയാണ്, കമ്പനിയുടെ അപ്ഡേഷൻസ് ഒക്കെ സാർ ആ സമയത്ത് പറഞ്ഞു. ആ സമയത്താണ് ബൂസ്റ്റർ ബോണസ് പ്ലാന് വരുന്നതും അതുപോലെ തന്നെ റീപർച്ചേസിന്റെ പ്ലാനിന്റെ ഫൈനൽ ആയിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളും പറയുന്നതും പുതിയ പ്രൊഡക്റ്റുകൾ വരുന്ന കാര്യങ്ങളും പറയുന്നത്. എന്നിട്ട് മുൻപേ വന്നു പോയ ഒരാളെന്ന നിലയ്ക്ക് അവൻ വേണമെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് ഇത്രയും വരുമാനം കിട്ടി, എനിക്കിപ്പോ നിലവിലുള്ള ടീമുണ്ട്, അവരെയും കൊണ്ട് പോയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി മാറ്റിവെച്ച് എന്നെ അറിഞ്ഞ അന്ന് മുതൽ എന്നോട് വളരെ സ്നേഹമായിട്ട്
എന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തില് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന മഹത് വ്യക്തിയാണ് മനോജ് സാറ്. അദ്ദേഹത്തിന്റെ സ്നേഹപരമായ ക്ഷണം വീണ്ടും ഞാൻ കേൾക്കുകയും അദ്ദേഹത്തെ തൃശ്ശൂർ പോയി നേരിൽ കാണുകയും അദ്ദേഹം ഈ ബിസിനസിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ പറഞ്ഞു തരുന്നതിന് ശേഷം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള മിനിറ്റ് സാറിനോട് ഒന്നിച്ച് തന്നെ നിങ്ങൾ ഒന്നുകൂടി നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചാല് നിലവിലുള്ള സമയം പോയ നഷ്ടം നികത്താൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഇപ്പോൾ പുതിയ പ്ലാനിൽ കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേഷൻ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ ക്ഷണമാണ് എന്നെ സംബന്ധിച്ച് ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ സഹായിച്ചത്. അവിടെ ആ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രാധാന്യമാണ് ഡിയർ ഫ്രണ്ട്സ് എനിക്ക് പറയാനുള്ളത്. കാരണം മനോജ് സാറ് വേറെ എത്രയോ ടീമിലൂടെ നിലവിലുള്ള ടീമിനെ തന്നെ വിളിച്ച് സംസാരിക്കാൻ പോലും സമയം അദ്ദേഹത്തിന് തികയുന്നുണ്ടാകില്ല എന്നുള്ളത് എനിക്കും അറിയാം. ആ സമയത്താണ് എന്നെ നിരന്തരമായി വീണ്ടും കോണ്ടാക്ട് ചെയ്യുകയും ഈ ബിസിനസ്സിലേക്ക് എനിക്ക് ഇങ്ങനെ ഈ സെഷൻ പോലും കൈകാര്യം ചെയ്യുന്നതിനുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവസരം എനിക്ക് തരുന്നത്. അതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകില്ല. താങ്ക് യു വെരി മച്ച് മനോജ് സാർ. അതുപോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡാണ്. ഹൈ തിങ്കിങ്, ഒപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവ്, വിൻ ആറ്റിറ്റ്യൂഡിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഡിയർ ലീഡേഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശ്രമം നടത്തേണ്ടത്. അതിന് നമുക്ക് മുന്നിൽ സഹായിക്കുന്ന ഏറ്റവും നല്ല ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ എല്ലാ ലീഡേഴ്സും. കാരണം ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ചിലപ്പോഴും നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ പല മേഖലകളിൽ നിന്ന് ജോലി ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായ ചെറുകിട ബിസിനസ് ഒക്കെ ചെയ്ത് വരുമാനം നേടി മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കാം ഈ ബയോട്ടോറിയത്തിന്റെ ഒരു ഉൽപ്പന്നം വാങ്ങിക്കൊണ്ട് അതിന്റെ ഒരു റിസൾട്ടിൽ ആകൃഷ്ടരായിട്ടായിരിക്കാം ഈ ബിസിനസ് ഒരു ടീം ബിസിനസ്സായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഒന്നും ഉണ്ടാകില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എഡ്യൂക്കേഷൻ ഈ ബിസിനസ്സിന് ആവശ്യമുള്ള എല്ലാം തരുന്നവർ എൻ്റെ ടീമാണ് KBC. അതുപോലെ നമ്മുടെ മിനീഷ് സാറിന്റെ നേതൃത്വത്തിലുള്ള IBL ടീമൊക്കെ നമുക്ക് ഇവിടെ തരുന്നത്. കാരണം ഒരു വ്യക്തി വന്ന് ഈ ബിസിനസ്സിലേക്ക് വിജയിക്കാൻ വേണ്ടി A to Z കാര്യങ്ങൾ, സെയിൽസിൽ വരുന്ന പ്രോബ്ലംസ് അടക്കമുള്ള എല്ലാം നമുക്ക് വളരെ ഹൈ തിങ്കിങ് ഓടുകൂടി നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹെൽപ്പ് തരുന്ന രീതിയിലാണ് നമ്മുടെ ഈ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതില് നമ്മളെ ഞാന് എന്റെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന തുടക്കത്തിൽ തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചന്ദ്ര സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിച്ചൊരു യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ബോധ്യം വന്ന ഒരു കാര്യം ഇവിടെ നമുക്ക് സൂചിപ്പിക്കുമ്പോൾ എങ്ങനെയാവണം ഒരു ലീഡറിനും എങ്ങനെ നമ്മൾക്ക് ഈ ബിസിനസ്സിലേക്ക് വിജയിക്കാന്ന് കാണിച്ചു തരുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ മിനീഷ് സാറ്, ഞാനും മനോജ് സാറും ചന്ദ്രൻ സാറും ശോഭ മേഡവും കൂടി പേരാമ്പ്ര ടൗണില് സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡില് ഒരു ഷോപ്പിന്റെ എന്റെ ഒരു സുഹൃത്തിനെ കാണാനുണ്ടായിരുന്നു. അദ്ദേഹം മുമ്പ് വളരെ അധികം മൾട്ടിലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്ത ആളാണ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ടാണ് അദ്ദേഹം അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇറങ്ങിച്ചെന്ന സമയത്ത് ശോഭ മേഡവും മിനീഷ് സാറും ഞാനും കൂടി അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒട്ടും സമയം കളയാതെ തൊട്ടടുത്ത ഒരു കടയിലേക്ക് ചന്ദ്ര സാറ് കയറുന്നത് നമുക്ക് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് അദ്ദേഹം നിൽക്കുന്നത്. നമ്മളിങ്ങനെ ശ്രദ്ധയപ്പെട്ടു. അവിടെ കടയിലിരിക്കുന്ന ആളുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആ കടയിലിരിക്കുന്ന ആള് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ കാണുന്നത് ആ നടു റോഡ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ആ സ്പേസിൽ നിന്ന് ആ ചന്ദ്ര സാറ് ഈ നമ്മളുടെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് എടുത്ത് എന്ത് ചെയ്യാണ് ആ വ്യക്തിയുടെ കടയുടമയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ഡെമോ വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നു. ആ ഡെമോ കാണിക്കുന്നതോടുകൂടി തന്നെ ആ വ്യക്തി അവിടെ ഈ ബിസിനസിന്റെ മഹത്വം മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ വേറൊരാൾ കൂടി ഒരു കസ്റ്റമർ ആയിട്ട് അവിടെ വന്നു. അയാളും അവിടെ നോക്കി നിൽക്കുകയാണ്. അവിടെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സങ്കോചവും ഇല്ലാതെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിയ ചന്ദ്ര സാറ്
അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞങ്ങളവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം വരുന്നില്ലെങ്കിൽ എല്ലാവരും കൂടെ പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ കാറിൽ ഇരുന്ന് ഫോൺ ചെയ്യുകയോ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി. പകരം അദ്ദേഹം ചെയ്യുന്നത് നേരെ പോകുന്നു, ഈ വ്യക്തിയോട് സംസാരിക്കുന്നു. അവിടെ അപ്പം വ്യക്തിയോട് സംസാരിച്ച് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്പർ വാങ്ങി വാട്സപ്പിൽ ഡീറ്റെയിൽസ് വിട്ടു കൊടുക്കുന്നത് മാത്രമായിരിക്കും അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ അത്ഭുതപരം കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ, അദ്ദേഹം ഏറ്റെടുക്കുന്ന പ്രൊഡക്റ്റിന്റെ, അദ്ദേഹം ഈ ബിസിനസിന്റെ മഹത്വത്തെ അവിടെ ഒരു സങ്കോചവും കൂടാതെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആദ്യ യാത്രയിൽ തന്നെ ഏറ്റവും ഭയങ്കരമായ സന്തോഷം, അതിനധികം ആത്മാഭിമാനം തോന്നിയ ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരു ടീമിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സക്സസിലേക്ക് എത്താൻ വളരെ വേഗം സാധിക്കും എന്നുള്ളതാണ് എനിക്ക് അന്ന് നമ്മുടെ ചന്ദ്ര സാറിന്റെ മനോഭാവത്തിൽ നിന്ന് മനസ്സിലായത്. ഡിയർ ലീഡേഴ്സ്, ഇതേപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ബിസിനസിന്റെ എല്ലാം ബോധ്യമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, തീർച്ചയായും ഈ തരത്തിലുള്ള മനോഭാവത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അതിവേഗത്തിൽ തന്നെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയത്താണ് നമ്മൾ ഇന്ന് ഈ സെഷനിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിലേക്ക് കടന്നു എന്ന എല്ലാ ആളുകൾക്കും എത്രയും വേഗം വളരെ അവരാഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുന്നതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മളുടെ ടീം ലീഡേഴ്സിനോടും അവരുടെ എക്സ്പീരിയൻസുകൾ കേൾക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏതൊരു ഹോം മീറ്റിംഗ് ആകട്ടെ, ഇനി ലീഡേഴ്സിന്റെ സഹായം കിട്ടുന്ന സമയത്ത് ഒരു 1-to-1 മീറ്റിംഗ് ആണെങ്കിൽ നമ്മളുടെ സാന്നിധ്യം അവിടെ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ ടീമിന്റെ മീറ്റിംഗ് ആണെങ്കിലും നമ്മൾ അവിടെ എത്തുകയും ആ സംസാരത്തിനിടയിൽ ലീഡർ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് പോലും നമുക്ക് ഈ ബിസിനസ്സിന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാകുന്നു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അവിടെയാണ് നമ്മുടെ ഇതിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഘടകം വരുന്നത്. അതേപോലെ നമ്മുടെ ഹോം മീറ്റിങ്ങുകള്, അതുപോലെ തന്നെ ടീം മീറ്റിങ്ങുകള്, ലീഡേഴ്സ് മീറ്റുകള്, നമ്മുടെ BOPകള്, NDOPകളൊക്കെ നമുക്ക് കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കാനും അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും നമ്മൾക്ക് സാധിക്കണം. അതിനുവേണ്ട ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മളെ ഇനി അങ്ങോട്ട് ഇപ്പം 16-ാം തീയതി കോഴിക്കോട് NDOP വെച്ചിട്ടുണ്ട്. അതില് നമ്മളുടെ ടീമിന്റെ മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ലീഡേഴ്സ് സെറ്റ് ചെയ്യുകയും ഇന്ന് തന്നെ എല്ലാ നമ്മുടെ ടീം അംഗങ്ങളെയും വിളിച്ച് ഈ മെസ്സേജ് പാസ് ചെയ്യുകയും അതിലൂടെ നമ്മളുടെ ടീമിനെ എത്രയും വേഗത്തിൽ വിജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അപ്പം ഈ സെഷനില് എനിക്ക് ഇന്ന് അവസരം തന്ന നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി മനോജ് സാറിനും അതുപോലെ തന്നെ മിനീഷ് സാറിനും ശോഭ മാഡത്തിനും ചന്ദ്ര സാറിനും അതുപോലെ തന്നെ നമ്മുടെ എൻ്റയർ ലീഡേഴ്സിനും ടീമിനും ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവരോടും നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷനിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലീഡേഴ്സ്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു സൈ സാർ. വളരെ വ്യക്തമായിട്ട് സാർ കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു സാർ. നമുക്ക് സമയം 7 മണിയാവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ, നമ്മുടെയൊക്കെ എൻ്റെ സഹോദരൻ തുല്യം ഞാൻ സ്നേഹിക്കുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ മനോജ് സാറിനെ ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു ശോഭ മാഡം. താങ്ക് യു സോ മച്ച്. വിജയാശം എനിക്കാണ്. നമ്മളെല്ലാം പ്രിയങ്കരനായ സജി സാറാണ് നമ്മളോട് സംബന്ധിച്ചത്. സജി സാർ പറഞ്ഞു, തുടക്കത്തിൽ ബയോട്ടോറി കിട്ടിയ അവസരത്തിൽ ഒരു ഭിക്ഷാന്തേഹിയെ പോലെ അലഞ്ഞു നടന്നപ്പോ കണ്ടുമുട്ടിയ ഒരു മഹാവ്യക്തിത്വമാണ് സജി സാർ. തുടക്കത്തിൽ ബയോട്ടോറിയത്തിലേക്ക് വരികയും ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കാതെ പോവുകയും ചെയ്തിരുന്നു. എന്നാലും പലപ്പോഴും ഇടയ്ക്ക് അദ്ദേഹം വിളിക്കാറുണ്ട്, കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്.
പക്ഷെ വയട്ടൂര്യത്തിന്റെ ജൈത്രയാത്ര അതിഗംഭീരമായി തുടർന്നപ്പോ ഇതിന്റെ ഈ മഹാപ്രവാഹത്തെ അദ്ദേഹത്തിന് ശ്രവിക്കാൻ സാധിച്ചപ്പോ അദ്ദേഹത്തിന് വയട്ടോറിയം വിട്ടുപോകാൻ സാധിക്കുന്നില്ല. എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ വയട്ടോറിയത്തിലേക്ക് തന്നെ തിരിച്ചു വരൂ, വലിയൊരു അവസരം ഇവിടെ ഉണ്ട്, ഇത് വറ്റിപ്പോകുന്ന നീരുറവയല്ല, ഇത് ചില ആളുകൾ ഇപ്പൊ വറ്റിപ്പോകുന്നൊക്കെ പറയുന്നത്, ഇത് വറ്റിപ്പോകുന്ന നീരുറവയല്ല. എത്ര അതികഠിനമായ ചൂടുണ്ടായാലും, മനസ്സിലായ, അവിടുന്ന് വീണ്ടും 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 ആ നീരുറവകൾ ഇങ്ങനെ ആവേശത്തോടെ തുടിച്ച് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല സമസ്ത മേഖലകളിലും ഇല്ലേ നല്ല ഫലഭൂയിഷ്ടമായ ഇല്ലേ എല്ലാം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അതിഗംഭീരമായ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. വരൂ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വരികയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം വന്ന അവസരത്തിലാണ് നമ്മുടെ ബൂസ്റ്റർ ബോണസ് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തത്. ആ ബൂസ്റ്റർ ബോണസിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലെ. ഒരാളോട് ഒരു കച്ചവടം പറഞ്ഞാൽ നമുക്ക് അതിലൂടെ വലിയൊരു വരുമാനം കിട്ടുന്ന ഒരു പ്ലാനാണ് ബൂസ്റ്റർ ബോണസ് എന്ന് പറയുന്നത്. ഇത്രയും നാൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത്രയും നാൾ നമ്മളൊരു വർക്കിന് പോയാൽ അല്ലെ അപ്പുറത്ത് മാച്ച് ആയാലേ വരുമാനം കിട്ടുള്ളൂ. ഇവിടെ ഒരു സിംഗിൾ എൻട്രി എടുത്താൽ പോലും വരുമാനം കിട്ടുന്ന ഒരു പുതിയ പ്ലാൻ ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗിൽ ഇത്രയും അതിശക്തമായിട്ടുള്ള ഒരു പ്ലാൻ അവതരിപ്പിച്ച കമ്പനിയാണ് ഈ വയട്ടോറിയം. നമുക്ക് അഭിമാനിക്കാം സുഹൃത്തുക്കളെ. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അദ്ദേഹം പ്രോഗ്രാമിൽ വരാൻ തുടങ്ങി. മിനീഷ് സാറായിട്ട് കണക്ട് ചെയ്തു. കാരണം അവർ നാട്ടുകാരാണ്, പേരാമ്പ്രയാണ്. ശോഭാ മാഡം, ചന്ദ്രൻ മാഷ് ആ ടീമിലേക്ക് അവർ വരികയും അതിശക്തമായിട്ട് നല്ല ബിസിനസ് ഇപ്പൊ എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ടീമിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറാണ് സജി സാർ. ഒരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല ട്രെയിനിങ്ങുകളൊക്കെ അദ്ദേഹത്തിന് തരാൻ വേണ്ടി സാധിക്കും. ഏറ്റവും പെട്ടെന്ന് സമയമൊന്നും വൈകിട്ടില്ല. 10 മാസം കൊണ്ട് കോടിയടിക്കാൻ പറ്റുന്ന അവസരം അന്നുണ്ടെങ്കിൽ ഇന്ന് 10 മാസം വേണ്ട, ഇന്ന് അതിന്റെ പകുതി മാസം കൊണ്ട് കോടിയടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണുള്ളത്. അന്ന് 5025 രൂപയാണ് ഫാമിലി ബോണസ് എങ്കിൽ ഇന്ന് 6820 രൂപയാണ് അല്ലെ. അന്ന് 440 രൂപയാണ് നമ്മളെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഇന്ന് 6500 രൂപയാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കോടിയടിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ആ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായ ആറ്റിറ്റ്യൂഡ്, നമ്മളെ മനോഭാവമാണ് നമ്മളെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും നയിക്കുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെ. മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എന്താണ്? നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. എന്തിനേയും നമ്മൾ അംഗീകരിക്കില്ല, എന്തിനേയും എതിർക്കുക, അതൊന്നും നടക്കില്ല, ഇത് നടക്കില്ല ഇല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം വിധി എഴുതുള്ളൂ. നമ്മളെ കൂട്ടുകാരോട് പറഞ്ഞാൽ എന്റെ ജേക്കബ് സാറെ നിങ്ങളെ ഇൻഷുറൻസ് ചെയ്താൽ പോരെ, നിങ്ങൾ എന്തിനാ ഈ വയ്യാവേലി എടുത്ത് വെക്കുന്നത് ഇല്ലേ എന്ന് 100 ആള് കണ്ടാൽ 99 ആളും അതേ പറയത്തുള്ളൂ അല്ലേ. അപ്പോ ജേക്കബ് സാർ വിചാരിക്കും എനിക്ക് വേണ്ട ഈ പടി നിർത്താം എന്ന് വിചാരിച്ചാൽ തീർന്നു, വെടിക്കെട്ട് തീർന്നു അല്ലെ. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് ആണ് അവർ പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. അവരിതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ 10 പേര് പറയുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ മനോഭാവം മാറ്റാൻ വേണ്ടി പാടില്ല. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി. അങ്ങനെയാണ്. അവരെ ആരും കുറ്റം പറയുന്നതല്ല, കാരണം അവരെ അനുഭവമാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെതിരെ ഒഴുക്കിനെതിരെ നീന്തിയിട്ട് നമ്മളവിടെ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. മനസ്സിലായ ജേക്കബ് സാർ അവിടെ ഒരു കോടീശ്വരനാകുമ്പോൾ നമ്മളവിടെ നടത്തുന്ന ഒരു പ്രോഗ്രാമും അല്ലേ, ആ അച്ചീവ്മെന്റ്സും തളിപ്പറമ്പിനെ നമ്മൾ കുലുക്കി കളയില്ലേ നമ്മള് ഇല്ലേ. ആ രീതിയിലേക്ക് വരുമ്പോഴാണ് അവരൊക്കെ പിന്നെ കണ്ണ് തള്ളിയിട്ട് കണ്ണിന് വെള്ളം വന്നുകൊണ്ടിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ. അതുവരെ നമ്മൾ വിജയിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ആവേശത്തോട് കുതിക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിലായ? നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളല്ല. ഞാൻ ആവർത്തിച്ച് എപ്പോഴും പറയാറുണ്ട്, നമ്മളെ സുഹൃത്തുക്കളല്ല നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ ശത്രുക്കളാണ് സുഹൃത്തുക്കളെ. മനസ്സിലായ? ഇവരൊന്നും ഇത് നടക്കില്ല, കമ്പനി ഇവിടെ ഓടില്ല, അതോടില്ല, ഇതോടില്ല, ഇവൻ വിജയിക്കില്ല, അവൻ വിജയിക്കില്ല എന്ന് പറയുമ്പോ അങ്ങനെ പറയുന്ന ആളുകളുടെ മുമ്പിലേക്ക് നിങ്ങൾ പോകണം. കാരണം അവരുടെ വർത്താനം കേൾക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? അവിടെ നിന്നാണ് നമുക്ക് ആവേശം ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറുന്നത്. മനസ്സിലായില്ലേ? അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിജയിക്കുന്നത്. ശത്രുക്കളാണ് നമ്മളെ വിജയിപ്പിക്കുന്നതാണ് എന്റെ ഒരു കണക്കുകൂട്ടല്. അല്ലാണ്ട് സുഹൃത്തുക്കളല്ല. സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങ് പോകും അല്ലെ. ആ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കോരിയിടുന്ന തീ ഉണ്ടല്ലോ, ആ തീയില്ലേ, ആ തീക്കനലുണ്ടല്ലോ, ആ തീക്കനലിനെ നമ്മൾ ഊതി 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 തീപ്പന്തമാക്കി മാറ്റുമ്പോ നമ്മൾ സക്സസിന്റെ കൊടിമുടിയിലേക്ക് പറന്നുയരും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു സംശയവും വേണ്ട. നമ്മൾ അത്രയും സ്ട്രോങ് ആയ പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഭാഗമായി ഈ വയട്ടോറിയത്തിന്റെ വക്താക്കളാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനോഭാവം മാറ്റാൻ വേണ്ടി തയ്യാറാകുകയാണല്ലോ. ഈ മനോഭാവം മാറ്റാൻ വേണ്ടി നമ്മുടെ ടീമിൽ വന്ന ആളുകളുടെ മനോഭാവം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ലീഡേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സാധിക്കണം.
കാരണം അവര് നെഗറ്റീവ് മൂഡെന്നാണ് വരുന്നത് അല്ലെ, നെഗറ്റീവാണ് മൊത്തം ഫീൽഡ്. അവരുടെ മനോഭാവം നിങ്ങൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ലീഡർഷിപ്പിന്റെ വിജയം എന്ന് പറയുന്നത്. അവരുടെ മനോഭാവത്തിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും? അവരുടെ കൂടെ നിൽക്കണം, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കണം. മനസ്സിലായ? ഞാനിത് കട്ടക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്, ഞാൻ 24 hours ഇതിനകത്ത് ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വന്ന ഒരാളാണ് എപ്പോഴും അല്ലെ. എനിത്തിങ് എവരിത്തിങ് അല്ലെ, എപ്പോഴും എന്തിനും ഏതിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ആ കോൺഫിഡൻസ് ബിൽഡിങ്ങിലൂടെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അവരുടെ കൂടെ ഇറങ്ങിക്കൊണ്ട് അവർക്ക് ഒരു എൻട്രി വെക്കുമ്പോൾ തന്നെ വരുമാനം കൊടുക്കുന്ന കമ്പനിയാണ് അല്ലെ. പല കമ്പനിയുടെ പ്ലാനിനെ കുറിച്ച് ഞാൻ അടുത്ത ദിവസം നമുക്കൊരു സെഷൻ ചെയ്യാം. ബയോട്ടോറിയത്തിന്റെ പ്ലാനും മറ്റ് കമ്പനിയുടെ പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം ഇന്ന് പലരും പലത്തിലേക്കും ചാടിപ്പോകുമ്പോൾ ആകർഷിക്കപ്പെടുന്നുണ്ട് അല്ലെ. എന്താ അതിന്റെ കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. എന്താണ് ബയോട്ടോറിയത്തിന്റെ ഇൻകം പ്ലാൻ, മറ്റ് ഇന്ന് നിലവിലുള്ള കമ്പനികളുടെ ഇൻകം പ്ലാൻ എന്നുള്ള വ്യത്യാസം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് എല്ലാവരും അന്നത്തെ ദിവസം ഒരു പേനയും നോട്ട്ബുക്കുമായിട്ട് വന്നിരിക്കണം. കാരണം നമ്മൾ മാർക്കറ്റിൽ നടക്കുന്ന പ്ലാനും കൂടെ നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അവർ നിങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങളുടെ പ്ലാൻ ഇങ്ങനെയാണ്, ഞങ്ങളുടെ പ്ലാൻ ഇങ്ങനെ അടിപൊളിയാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ അട്ടർ കൺഫ്യൂഷൻ അല്ലെ, യുവർ ഓണർ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ തീർന്നില്ലേ. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അടുത്ത ഒരു സെഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും പേനയും നോട്ട്ബുക്കുമായിട്ട് വരണം. ഫിസിക്കലായിട്ട് നമുക്ക് എല്ലായിടത്തും നടക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പേനയും നോട്ട്ബുക്കായിട്ട് വരിക. ആ വ്യത്യാസം ഞാൻ കൃത്യമായിട്ട് അടുത്ത ദിവസം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പൊ അവർ കൂടെ നിന്നിട്ട് ഈ വരുമാനം അവർക്ക് ഒരു ബൂസ്റ്റർ ബോണസ് വാങ്ങിച്ചു കൊടുത്താൽ മതി. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞില്ലേ, സൈസാർ പറഞ്ഞില്ലേ, 100 ദിവസത്തിനുള്ളിൽ ഒരു വരുമാനമെങ്കിലും കിട്ടണം. നമ്മുടെ പോളിസി അതല്ല, ഒരാഴ്ചക്കുള്ളിൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കണം. അതായിരിക്കണം ഒരു യഥാർത്ഥ ലീഡറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഒരാൾക്ക് ഒരു ബൂസ്റ്റർ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അദ്ദേഹം ഓടിയും പോവില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പുതിയ ബോട്ടം ലെവലിൽ വരുന്ന എല്ലാ ലീഡേഴ്സിനെയും നിങ്ങൾ ചേർത്ത് പിടിച്ച് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ അവരുടെ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വരുമാനം കിട്ടി അവരുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങും. അടുത്ത ലെവലിൽ വീണ്ടും വന്നുകൊണ്ട് അടുത്ത ലെവലിൽ വരുമാനം വന്നു. ആ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് അവർ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരും. സുഹൃത്തുക്കളെ, നേരെ മറിച്ച് നിങ്ങളൊരു ഫാമിലി ബോണസിന് വേണ്ടി അവിടെ പ്രൊഡക്റ്റും കൊടുത്തു, അപ്പുറത്തും ചേർത്തു ഇപ്പുറത്തും ചേർത്തു, പിന്നെ അടുത്ത ആളെ അന്വേഷിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറുമോ? ഇല്ല. അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. എന്തായാലും നല്ല സെഷനാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. എല്ലാ ആശംസകളും നേരിടാനും സൈസാറിന് എത്രയും പെട്ടെന്ന് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും വലിയൊരു അച്ചീവർ ആയിട്ട് മാറാനും 100 കണക്കിന് അച്ചീവേഴ്സിനെ ടീമിൽ ക്രിയേറ്റ് ചെയ്യാനും താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ നാളെ പെരുമ്പാവൂർ BOP ആണ്, അതുപോലെ തന്നെ നാളെ തളിപ്പറമ്പ് BOP ആണ്. 2 BOP ഉണ്ട്. ആ പ്രദേശത്തിലെ എല്ലാ ലീഡേഴ്സും പുതിയ ഗസ്റ്റുകളുമായിട്ട് വരണം. നിങ്ങൾ രാവിലെ കുളിച്ച് മേലെ ഒരു 10 മണിയാകുമ്പോൾ അവിടെ വന്ന് നോക്കി ആരും ഉണ്ടോ നോക്കിയിട്ട് അവിടെ വന്നിരിക്കരുത് പ്ലീസ്. കാരണം ഇത് നമ്മുടെ ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെടണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ്, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുക, എന്നിട്ട് അദ്ദേഹത്തെ കുളിച്ച് കുറിയൊക്കെ തൊടിയിപ്പിച്ച് കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി, ബസ്സിലാണെങ്കിൽ ബസ്സിൽ വണ്ടിയിൽ കയറ്റി അടുത്ത ഹോട്ടലിൽ കൊണ്ടുപോയി ചായയൊക്കെ മേടിച്ചു കൊടുത്ത് റെഡിയാക്കി ആ പ്രോഗ്രാം സെന്ററിൽ കൊണ്ടിരുത്തണം. ഒരാളെയും കൊണ്ടേ വരണ്ടു. മനസ്സിലാവുന്നുണ്ടോ സലീം കാ? ഒറ്റക്ക് വേഗം പിടിച്ചിട്ട് ഇനി എറണാകുളത്തേക്ക് വന്നാൽ അങ്ങോട്ട് കയറ്റില്ല ഞാൻ. ഒരാളെ വീട്ടിലേക്കാണ് നിങ്ങൾ ആദ്യം പോകേണ്ടത്. മനസ്സിലായ? നിങ്ങൾ ഒരാളെ വീട്ടിലേക്ക് രാവിലെ പോകണം. 8 മണിയാകുമ്പോൾ അവിടെ എത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കുളിച്ച് കുറിയപ്പം തൊടിപ്പിച്ച് റെഡിയാക്കി ബസ്സിലാണെങ്കിൽ ബസ്സിൽ, വണ്ടിയാണെങ്കിൽ വണ്ടിയിൽ കയറ്റി അടുത്ത ഹോട്ടലിൽ കൊണ്ടുപോയി മസാല ദോശയോ നെയ്റോസ്റ്റോ ചപ്പാത്തിയോ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ആ പ്രോഗ്രാം സെന്ററിൽ കൊണ്ടിരുത്തണം. എല്ലാവരും ഒരാളെ കൊണ്ടുവന്നാൽ മതി, 2 ആളെ കൊണ്ടുവരണ്ട കേട്ടോ. ഒരാളെ ഫോക്കസ് ചെയ്യണം എല്ലാവരും. ഞാൻ സ്നേഹത്തോടെ പറയാം, നമുക്ക് വിജയിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ എല്ലാ സെന്റേഴ്സിലും അങ്ങനെ എത്തണം. നാളെ പെരുമ്പാവൂരുണ്ട്, അതുപോലെ തന്നെ തളിപ്പറമ്പിലുണ്ട്. NDOP നടക്കുകയാണ് ശനിയാഴ്ച. ഈ NDOPയിലാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, ലീഡേഴ്സിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ പറ്റും. ടീമിന്റെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ പറ്റും. എങ്ങനെയൊക്കെ നമുക്ക് ടീം സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ട് അച്ചീവേഴ്സിനെ ഫാസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ക്ലാസ് ആണ് ശനിയാഴ്ച നമ്മുടെ മിനി സാർ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ ഉണ്ടാവും. എല്ലാവരും അവിടെ എത്തണം. തളിപ്പറമ്പ് കോഴിക്കോടേക്കോ? ഞാനിവിടെ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് വരുന്നത് ദൂരമില്ല, തളിപ്പറമ്പ് നിന്ന് കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായ? അന്ന് എനിക്ക് വേറൊരു കല്യാണം ഉണ്ട്, അന്ന് മറ്റേ ഇവിടെ പോണം. ഇങ്ങനെയൊന്നും പറയല്ലേ സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് വിജയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഞാൻ നിങ്ങളോട്, നിങ്ങളൊരു 1000 ദിവസം ബയോട്ടോറിയത്തിൽ മാത്രമായിരിക്കും. ഞാനൊക്കെ വിജയിച്ചത് അങ്ങനെയാണ്. 24 hours ബയോട്ടോറിയത്തിന് മാത്രമായിട്ടാണ് ജീവിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കോടികൾ കിട്ടില്ല കേട്ടാ. ലോട്ടറി എടുത്ത് പോക്കറ്റിൽ വെച്ചാൽ മതി. കോടി പഠിക്കുന്നുണ്ട്. 23-ാം തീയതി ഒരു കോടി ഉണ്ട് ഇതിലെ.
13 കോടിയാ 10 കോടിയാ 12 കോടിയാ അതിങ്ങനെ പോക്കറ്റിൽ വെക്കാന്നേ ഉള്ളൂ, അക്കൗണ്ടിൽ വരില്ല. അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ 24 hours നമ്മൾ ബയോടൂറിയത്തിന് ജീവിക്കാൻ നിങ്ങളൊരു 1000 ദിവസം ജീവിച്ചു നോക്ക് ബയോടൂറിയത്തിന് വേണ്ടിയിട്ട്, അല്ലേ? ഈ ഇത്രയും പുരുഷായുസിൽ ഒരു 1000 ദിവസം ജീവിച്ചാൽ മതി. പാർട്ട് ടൈം ആയിട്ട് ജീവിക്കണ്ട, ഒരു ഫുൾ ടൈം ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ രാവിലത്തെ സുപ്രഭാതത്തിൽ ഈ പ്രോഗ്രാമിൽ എത്തുന്നവര്, അല്ലെ? അവിടെ പ്രോഗ്രാം ഉണ്ടായി അവിടെ വരണം. എത്ര ലീഡേഴ്സ് ഓരോ സ്ഥലങ്ങളിലേക്കും വരും, അവർക്ക് ടീമും ഉണ്ടാവില്ല, അവരുടെ പ്രോഗ്രാമും ആയിരിക്കും, ഒന്നും ആയിരിക്കും, പക്ഷെ അവർക്ക് ഒരു ആവേശമാണ്. ഇങ്ങനെ നിങ്ങൾ ബയോടോറിയത്തിൽ ജീവിക്കാൻ ഒന്ന് ശ്രമിക്കൂ പ്ലീസ്. അതുകൊണ്ട് ശനിയാഴ്ച കോഴിക്കോടത്തെ ഹാള് നിറയണം. ഓരോ ലീഡേഴ്സും ഭഗത് സാറൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, എല്ലാവരും നിങ്ങളുടെ ടീമിലുള്ള പരമാവധി ആളെയും കൊണ്ട് അവിടെ എത്തണം. ഞാൻ ഓരോരോരും വിളിച്ചു ചോദിക്കും, ഭഗത് സാർ എത്ര ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, ജേക്കബ് സാർ എത്ര ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, മനസ്സിലായ? നൈന മേഡത്തിന്റെ ടീമിൽ നിന്ന് എത്ര ആളുണ്ട്, മനസ്സിലായില്ലേ? ഹംസ സാറിന്റെ ടീമിൽ നിന്ന് എത്ര ആളുണ്ട്, ബാബിത മേഡത്തിന്റെ ടീമിൽ നിന്ന് എത്ര ആളുണ്ട്, സത്യമാഷ ടീമിൽ നിന്ന് എത്ര ആളുണ്ട്, ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ഞാൻ അവിടെ ചോദിക്കും. കൃത്യമായിട്ട് എണ്ണം വേണം. ഒരു 200 പേരെയെങ്കിലും മിനിമം ഹാളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് വേറൊരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പുതിയ തരംഗം ഇല്ലേ, ഉഷ്ണ തരംഗമൊക്കെ പോയിട്ട് അടുത്ത തരംഗം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ തരംഗം ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന നെക്സ്റ്റ് ലെവൽ പ്ലാനിങ്ങിലാണ് ബയോടോറിയം കമ്പനി. എല്ലാം കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് വിശദീകരിക്കാം. അവിടെ നമ്മൾ എന്തായാലും ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ്, വിജയം ഉറപ്പാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, മനസ്സിലായില്ലേ? സ്റ്റാർട്ട് യുവർ സെൽഫ്, പുഷ് യുവർ സെൽഫ്, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, മനസ്സിലായ? യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. താങ്ക് യു വെരി മച്ച്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം കോട്ടയത്ത് നടക്കുകയാണ്. കോട്ടയം മിനി മേഡത്തിന്റെ ടീമിൽ അവിടെ ഒരു ചങ്ങാത്തം എന്ന രീതിയിൽ ഒരു റിഫ്രഷ്മെന്റ് പ്രോഗ്രാം എല്ലാവരെയും ചേർത്തിട്ട് ഇന്നൊരു ആഘോഷമാണ് അവിടെ, മനസ്സിലായി? എപ്പോഴും ഈ ബിസിനസ് കച്ചവടം മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ചേർന്നൊരു അല്ലെ ഒരു പാട്ടും കൂത്തും അല്ലെ ഒരു ഡാൻസും ഇതൊക്കെ ആയിട്ട് ഒരു വൈബ് പ്രോഗ്രാമാണ് ഇന്ന് അവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിന് പോകാനുള്ള തിരക്കിലാണ് ഞാൻ, അതുകൊണ്ടാണ് ഈ വീഡിയോ ഓൺ ചെയ്യാതിരുന്നത്. ചങ്ങാത്തം എന്ന രീതിയിൽ മിനി മേഡം കോട്ടയം ടീമിന്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അതെല്ലാം നിങ്ങൾക്ക് മാതൃകാപരമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു 1 day പ്രോഗ്രാം എന്നുള്ള ഒരു 1 day ടൂർ വേണമെങ്കിൽ വെക്കാം, അല്ലെ? കഴിഞ്ഞ ദിവസം നിങ്ങൾ രാമേന്ദ്ര സാറിന്റെ ടീമിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും പല ടീമിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഷാജി സാർ ഒക്കെ ഉള്ള ടീം, പെരുമ്പാവൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീം, അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 1 day യാത്ര. അതുപോലെ നിങ്ങൾക്ക് ഇത് കണക്ക് വെക്കാം. എല്ലാവരും കൂടെ ചേർത്ത് വിളിച്ചുകൊണ്ട് അവിടെ പറശ്ശിനിക്കടവുണ്ട്, അല്ലെ? ഒരു ബോട്ട് യാത്ര, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ആ പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്, ഫാമിലി ആയിട്ട് വരിക, ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ വരിക, ഫാമിലി ആയിട്ട്, അല്ലെ? 30 പേരെ ഉള്ളതും കുഴപ്പമില്ല, ചെറിയ ചെറിയ ടീം വെക്കുന്നതായിരിക്കും അത് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ഒരു കുടുംബമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ബന്ധങ്ങളുണ്ടാവും. അത് നമ്മുടെ ബിസിനസിന് കൂടുതൽ ഗുണപ്രദമാകും. അപ്പോ ഇന്ന് ആ പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട്, മനസ്സിലായി? ബയോടോറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്തും ഹാപ്പിനെസ്സും ഉണ്ട് ഇതിന്റെ കൂടെ, അല്ലെ? അപ്പോ അതിനുള്ള അവസരം കൂടി നമ്മൾ കണ്ടെത്തി ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകളോടെ കൂടുതൽ ആളുകളെ കാണാനും അവരെല്ലാം നമ്മുടെ ഈ കോൺസെപ്റ്റിലേക്ക് വരാനും നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ്സിലെത്താനും ദൈവം നിങ്ങൾക്ക് അതിനുള്ള ഊർജവും ശേഷിയും, ഇല്ലേ, മനസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. താങ്ക് യു സർ, താങ്ക് യു.